ഞങ്ങളിവിടെ കൊച്ചിയിൽ വെച്ചാണ് കാണുന്നത്. വളരെ ഇല്ലില്ല വളരെ ആക്ഷനിലായിട്ട് കണ്ടതാണ് ഞങ്ങള്. വളരെ യാദൃശികമായിട്ട് ഞാൻ വേറൊരു പരിപാടിക്ക് പോകുന്നതിനിടയിൽ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ലോബിയിൽ വെച്ച് കാണുകയും അതെ 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 ഏറെക്കുറെ സെറ്റാക്കി എനിക്ക് ആദ്യത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് നോക്കാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റെയറിംഗ് അല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓൾറെഡി ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. അതായത് നമ്മൾ ഈ ഇൻഡസ്ട്രിയിലെ ആൾക്കാരെ റിക്വസ്റ്റ് അയക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും, അങ്ങനെ ആയിരിക്കണം. അല്ല എന്റെ സ്ക്രീൻഷോട്ട് എനിക്കറിയാം പിന്നെ റിക്വസ്റ്റ് വരുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഫേസ്ബുക്ക് മെസ്സേജ് ചെയ്തു. പക്ഷെ എനിക്ക് അന്ന് എനിക്ക് ഒട്ടും റേഞ്ച് ഇല്ല വീട്ടില്, BSNL ഒക്കെ ആയിട്ട്. അപ്പൊ ഇന്ന് അയച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ റിപ്ലൈ കിട്ടുള്ളൂ. പിന്നെ ഞാനിങ്ങനെ വോൺ ചെയ്തു, നമ്പർ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രപ്പോസ് ചെയ്യരുത്, എനിക്കത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ പിന്നെ നമ്പർ തന്നു. പിന്നെ പുള്ളി എല്ലാ പടവും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന ആളാണ്. ഞാനാണെങ്കിൽ എന്റെ വീട്ടിൽ അങ്ങനെ സിനിമയ്ക്ക് കൊണ്ടുപോവേ ഇല്ല. അപ്പൊ ഈ സിനിമാ പ്രാന്ത് ഉള്ളതുകൊണ്ട് എനിക്ക് കഥകൾ പറഞ്ഞു തരുന്ന രാഹുലാണ്. അല്ല, പ്രപ്പോസ് ചെയ്യില്ലെന്ന് എനിക്ക് ഒരു ഇത് കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷമാണ് നമ്പർ കൊടുത്തത്. പിന്നെ ഫ്രണ്ട്സ് ആയി. ഇഷ്ടമല്ല, ലൈക്ക് ഇതല്ല, എന്താണ്, പ്രണയം തുടങ്ങിയിട്ടില്ല. എന്നിട്ട് പിന്നെ കഥകൾ നമ്പർ പിന്നെ കൊടുത്തു ഞാൻ. എന്നിട്ട് ഞാൻ പറയുന്നു നമ്പർ തരാം, പക്ഷെ ഇല്ല. എന്നിട്ട് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, നമ്പർ തരാം പക്ഷെ ഇങ്ങനെ പ്രപ്പോസലൊക്കെ ആണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും. അതും കൂടെ ഞാൻ പറഞ്ഞു. എന്നിട്ടാണ് നമ്പർ കൊടുത്തത്. ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, അയച്ച മെസ്സേജ് ഇട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാ. പിന്നെ ഈ സിനിമാ കഥകൾ അറിയാൻ വേണ്ടി വിളിച്ചു തുടങ്ങി. ഈ നന്നായിട്ട് കഥ പറയാൻ പറ്റും. അതില് ഭയങ്കര മിടുക്കനാണ് ഒരു ഇൻസിഡന്റ് തന്നെ. ശരിക്കും ലൈഫില് നല്ലത് ചീത്തയായിട്ടുള്ള എത്രയൊക്കെ കഥകൾ കേട്ടിട്ടുണ്ടാവുന്നറിയോ? അവന്റെ കഥകൾ തന്നെ ഇഷ്ടം പോലെ കേട്ടു. അല്ല, ഇനിയിപ്പൊ കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. ലൈഫ് ഒരുമിച്ചൊക്കെ നിങ്ങളുടെ ജേർണി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എന്തൊക്കെ കള്ളക്കഥകളും ഇങ്ങനെയുള്ളവരുണ്ടല്ലോ, ഇൻസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് കഥ മേക്ക് ചെയ്ത് വരിക. അല്ലല്ല, എന്റെ ഭർത്താവും ഇതുപോലെ തന്നെ ഒരു ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കഥ എഴുതാൻ ഉള്ള ആൾക്കാർ, എന്റെ മോൾക്കും അതേ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറയും ഇൻസ്റ്റന്റ് ആയിട്ടേ പിന്നെന്താന്നൊന്ന് ചോദിച്ചാൽ മതി, അവിടുന്ന് അങ്ങ് പൊയ്ക്കോളും. കഥ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. എന്നിട്ട് രാഹുലിന് എപ്പോഴാ തോന്നി ഇവിടെ? അല്ലല്ല, ഇദ്ദേഹം വിട്ടു തരുന്നില്ലല്ലോ. ഇദ്ദേഹം വിട്ടുതരാൻ അതെനിക്ക് ഉറപ്പായിരുന്നു. അത് നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ എന്തായാലും. പക്ഷെ എന്ത് പറഞ്ഞ അവസാനം അങ്ങ് ഫ്ലാറ്റ് ആക്കിയത്? ഒന്ന് പറയൂ രാഹുൽ, കേക്കട്ടെ. എന്തിനാണ് ലാസ്റ്റ് ഫ്ലാറ്റ്? നേരത്തെ അവള് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു കഥ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. അത് എന്ത് കഥയാ? ബ്രേക്കപ്പ്, ലാസ്റ്റ് ബ്രേക്കപ്പിന്റെ കഥ. ഞാൻ വിശ്വസിച്ചു. അതിലൊരു 30-40% സത്യമായിരുന്നു. ബാക്കി 60 ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് ഒരു കഥ. രാഹുൽ മസാലയില് ഫ്ലാറ്റ് ഞാൻ വീണു. ഞാൻ വിരിച്ചൊരു പാവ മനുഷ്യൻ. അപ്പൊ അതില് പെണ്ണ് എന്നെ ഇട്ടിട്ട് പോയി എന്നുള്ള രീതിയില് ഞാൻ ഇങ്ങനെ ഡൗൺ ആയി. സഹായിക്കൂ, എന്നെ മാനസികമായി സഹായിക്കൂ, സപ്പോർട്ട് ചെയ്യൂ, എന്നെ സപ്പോർട്ട്. അയ്യോ, ആണോ? എങ്ങനെ വിളിക്കണേ? നന്ദൂന്ന്. ആണോ? അന്നേ വിളിച്ചിരുന്നത് ആ പേരാണോ? ആണ്. കാരണം ഇവന്റെ അമ്മ അത്യാവശ്യം എന്റെ അടുത്ത് കമ്പനി ആയിരുന്നു. അപ്പൊ ഇപ്പഴും ഞാൻ പപ്പാമ്മന്ന് വിളിക്കുക. പപ്പാമ്മ നന്ദൂന്നാണ് വിളിക്കുക. അവന്റെ ഫ്രണ്ട്സ് മൊത്തം നന്ദൂന്നാ വിളിക്കുക. ആണ്. നാട്ടിലും വീട്ടിലും ഒക്കെ നന്ദുവാണ്. ഞാൻ ചിന്നു ആണ്. ലൈക്ക് അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ തന്നെ വിളിക്കാൻ തുടങ്ങി. എന്നെ ക്ലോസ് ആയിട്ടുള്ള എല്ലാരും ചിന്നു എന്നാ വിളിക്കുക. അങ്ങനെ തന്നെ ഫ്ലെക്സ് നന്ദു. അവന് വട്ടം പേര്. അത് ഇത്രയും നാളായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ഇടയ്ക്ക് പോലും ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ബ്രദർ ഉണ്ട്, വർഷങ്ങളായിട്ടോ. അപ്പം ഈ ഇടയ്ക്ക് പോലും ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഫോൺ എൻ്റെ അടുത്തിരിപ്പുണ്ടായിരുന്നു. എന്തോ കാര്യത്തിന് ഞാനിങ്ങനെ കോൾ ചെയ്യാൻ എന്തിനാ പറഞ്ഞാൽ നോക്കുമ്പോൾ ഇപ്പോഴും ഈ ഫ്ലെക്സ് നന്ദു എന്നാണ്. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? എന്താ നമ്മുടെ ഫ്ലെക്സ്, ഹോർഡിങ്സ്, ഫ്ലെക്സ്. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ ഏകദേശം നാട്ടുകാരെ മുഴുവൻ അതുപോലെ അറിയിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഏകദേശം ഒരു 6th to 7th പഠിക്കുന്ന മുതല് ഞങ്ങളുടെ ചെമ്പകശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പം ആ ടൈമിൽ ഈ വിജയ് ഫാൻസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ഭയങ്കരമായിട്ട് ഇങ്ങനെ കേരളത്തിലോട്ട് ഇങ്ങനെ കൂടിക്കൊണ്ട് വന്നുകൊണ്ടിരുന്ന ഒരു സമയമാണ്. വിജയ് എന്ന് പറയുന്ന ഒരു ആള് വരികയും അപ്പം ഞാൻ കടുത്ത വിജയ് ആരാധകനായിരുന്നു. അപ്പം ഞാനന്ന് 6th or 7th എന്തോണ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്നിട്ട് ഞങ്ങളൊരു ഫാൻസ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ജംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് വയ്ക്കുന്നത് ഞങ്ങളാണ്.
എവിടെ തിരിഞ്ഞാലും വിജയുടെ എല്ലാ 7th 8th അത്രേ ഉള്ളൂ. ഞങ്ങൾ ഈ സ്കൂൾ ബസ്സിനൊക്കെ തരുന്ന ഫീസ് അടിച്ചു മാറ്റിയാണ് ഈ ഫ്ലെക്സ് അടിക്കുന്നതും പരിപാടിയൊക്കെ. അങ്ങനെ വീണ പേര് ഫ്ലെക്സ് നന്ദു എന്നുള്ളത്. രണ്ടുപേരുണ്ട്, നന്ദു ഫ്ലെക്സ് നന്ദുവും നന്ദു വിജയ് ഫാൻസ്. ഇപ്പോഴും അത് അതേപോലെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. വിജയ് ഫാനാണ്, എല്ലാ വിജയ് പടം ഫ്ലെക്സ് അടിക്കാറില്ല, വിജയ് Flex ഫാനാണ്. അടിക്കുന്നില്ല, അല്ലാതെ തന്നെ വിജയ് ഫാനായിട്ട് പോണു. ഓക്കെ ചിൽ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു സുന്ദരനും നീയും സുന്ദരി ഞാനും, അല്ല സുന്ദരി ഞാനും സുന്ദരൻ നീയും. ഓക്കെ, അപ്പൊ അതില് സുന്ദരിയാണോ സുന്ദരനാണോ കൂടുതൽ സ്മാർട്ട്, അല്ലെങ്കിൽ കൂടുതൽ പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്? ഇപ്പൊ നിങ്ങളൊരു ഇന്നേക്ക് ഇപ്പൊ ഒരു 7 വർഷമായിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ 6 വർഷം കംപ്ലീറ്റിംഗ് ഉള്ളൂ, തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എനിവേ അപ്പൊ 6 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 6 ഇയേഴ്സിൽ നിങ്ങൾ പരസ്പരം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ചെറിയൊരു ടെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ചെറിയൊരു റൗണ്ട്. ഓക്കെ, ഈ റൗണ്ടില് തെറ്റിച്ചിട്ട് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പനിഷ്മെന്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ചെറുതായിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പനിഷ്മെന്റേ ഉള്ളൂ. പക്ഷെ കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും നല്ല കുറെ ഗിഫ്റ്റ് നമ്മൾ തരുന്നുണ്ടാവും. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊന്നുമല്ല, ഞാൻ കുറച്ച് മസാല ഇട്ട് പറഞ്ഞതാ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഞാനൊരു പിക്ചർ കാണിക്കും. ഞാനല്ല, നിങ്ങൾ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിക്ചർ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ആ പിക്ചർ കണ്ടിട്ട് അത് എന്താന്ന് മറ്റേ ആളത് ആക്ടിങ്ങിലൂടെ, ചുണ്ടുകൾ അനക്കരുത്, ആക്ടിങ്ങിലൂടെ അതെന്താ സംഭവം എന്ന് പറയണം. ഓക്കെ, 1 മിനിറ്റ് സമയത്തിനുള്ളിൽ ആക്ട് ചെയ്ത് കാണിക്കണം. പനിഷ്മെന്റ് നമുക്ക് ഇവിടെ പെൻഡിങ് കിടക്കാണ്, നിങ്ങളെ കൊണ്ട് പനിഷ്മെന്റ് ആക്ടിവിറ്റി ചെയ്യിക്കാന്നുള്ളതല്ല, ചെയ്യിക്കാന്നുള്ളതാണ്. പക്ഷെ ശ്രീവിദ്യ നല്ലൊരു ആക്ടറാന്ന് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇദ്ദേഹം നല്ലൊരു ഡയറക്ടർ ആണെന്നാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ആക്ടറും കൂടെ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യത്തെ സംഭവം ഞാൻ രാഹുലിന് തന്നെ കൊടുക്കുകയാണ്. രാഹുൽ ഇത് കാണുക, ഒരു രീതിയിലും ഇത് ഞങ്ങളെ ചീറ്റ് ചെയ്യരുത്, കാണിച്ചു കൊടുക്കരുത് കേട്ടോ. ഇത്രയും ക്യാമറ വെച്ചിട്ട് ഞാൻ എങ്ങനെ ആക്ട് ചെയ്ത് കാണിച്ച് ശ്രീവിദ്യയെ കൊണ്ട് പറയിപ്പിക്കണം എന്താ സംഭവം. ഇതെന്താ ശരിക്കും അതന്നെ അവർക്ക് പറയല്ലേ എന്താന്നൊന്നും മിണ്ടരുത്, ഒരു ക്ലൂം കൊടുക്കരുത്. അഭിനയിച്ച് രാഹുലിന്റെ അഭിനയ മികവാണ് ഞങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, കം ഓൺ രാഹുൽ, റെഡി? ശ്രമിക്കൂ, പിന്നെന്താ. നല്ലൊരു ഡയറക്ടർ, എത്ര പേരെ കൊണ്ട് അഭിനയിപ്പിക്കാനുള്ള ആളാണ്. ഞാനല്ല അഭിനയിച്ച് കാണിക്കുന്നത്. അതെ, ചെയ്യൂ. തുടങ്ങിക്കോ. തിന്ന സാധനം എന്ത് പെട്ടെന്നാ, അയ്യോ ഇങ്ങനെ ഒഴുകി നിൽക്കും. അങ്ങനെ ഒഴുകുന്ന ഒരു സാധനം. പാനീയമാണോ? പാടുന്നതാണോ? പാടുന്നത്, ഒഴുകിയ. ഇതൊരു പഴത്തിന്റെ പേരാണ്. എന്ത് പെട്ടെന്ന് ആ ഷേപ്പിൽ നിൽക്കുന്ന ഒനിയനാണോ? ഒനിയൻ പഴല്ലേ, ആപ്പിൾ ആണോ? എനിക്ക് മനസ്സിലായില്ല. നീ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും? പെട്ടെന്ന് ആൻസർ ചെയ്യാം. രാഹുൽ കറക്റ്റ് ആയിട്ട് തിന്നുന്ന സമൂസയാണോ? മനസ്സിലായിട്ടില്ല. തിന്നുന്ന സമൂസ. സമൂസ. ഇത് കൊറേ സമൂസ ഉണ്ട്, അതാ നീ കൊറേ കാണിച്ചു. പാട്ടിന്റെ സാരി കാണിച്ചൂടെ? കഴിക്കുന്നല്ലോ, അക്ഷരം വെച്ച് പിടിക്കണം. സ്പ്ലിറ്റ് ചെയ്യാണെന്ന് കേട്ടോ അർത്ഥം. രാഹുൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടു മാറ്റി മനസ്സിലായി. എങ്ങനെയാണെങ്കിലും മനസ്സിലാവും. ഓക്കെ, ഇത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ നമ്മളിപ്പോ ഇറക്കി വിടും. മിണ്ടരുത്, മിണ്ടാൻ പറ്റില്ല. എന്താ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ഇനി അടുത്തത് വീണ്ടും ശ്രീവിദ്യയുടെ ടേൺ ആണല്ലോ. ഞാൻ പിടിക്കാം. ശ്രീവിദ്യ പിടിക്കുക, രാഹുൽ പറയാ. എല്ലാം വളരെ ഈസിയാ. കഥകളിയാ? കിടക്കണോ? ഈ സ്പൈഡർമാൻ ആണോ? അതന്നെ.